നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചും അതിൽ ജനിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഗൂഢ ബുദ്ധിയുള്ളവരാണ് അവിട്ടം നാളിലെ പുരുഷന്മാർ. അതായത് ഗൂഢതന്ത്രങ്ങൾ മെനയുന്നെന്ന് കേട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഗൂഢമായ ബുദ്ധി ഉള്ളവരാണ് നാളിലെ പുരുഷന്മാർ. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച രഹസ്യങ്ങൾ സൂക്ഷിക്കാനും അത്തരത്തിൽ പ്രവർത്തിക്കാനും ഇവർ മിടുക്കരാണ്. പുറമേ ശുദ്ധ പാവമായിട്ടാണ് ഇവരെ നാം കാണുന്നതെങ്കിലും എല്ലാ കുതന്ത്രങ്ങളും ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇവരൊന്ന് സൂക്ഷിച്ചോളൂ. പുറമേ ശുദ്ധന്മാരെ പോലെ തോന്നിയാലും കുതന്ത്രം എന്ന് വെച്ചാൽ അവരുടേതായ കാര്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കുമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. മത്സരങ്ങളിലും തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലും അന്തിമവും അതിശയകരവുമായ വിജയം ഇവരുടേത് തന്നെയാണ്. അതായത് അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരുടെ കാര്യമാണ് ഈ പറയുന്നത്. പരാജയങ്ങളിലൊന്നിനും വ്യാകുല ചിത്തരാകില്ല എന്ന് വെച്ചാൽ പരാജയങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കാനോ അതിനെ തന്നെ മനസ്സിലിട്ട് ഇങ്ങനെ അയ്യോ എനിക്ക് എന്തു പറ്റി ചിന്തിച്ച് സമയം കളയാനോ ഇവർ ഒരിക്കലും മെനക്കെടാറില്ല. ഒരിക്കലും അങ്ങനെ സമയം കളയില്ല. അവർ ഭാവിയെക്കുറിച്ചോർത്ത് ഈ പരാജയത്തെ എങ്ങനെ വിജയമാക്കി മാറ്റാം എന്നത് മാത്രമാണ് അവർ ചിന്തിക്കൂ. വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇവർക്കുണ്ടായിരിക്കില്ലെങ്കിലും തികഞ്ഞ സ്വാതന്ത്ര്യബോധവും ബുദ്ധിവൈഭവവും മികവുറ്റത് ആയിരിക്കും. വിദ്യാഭ്യാസം ഇല്ലായിരിക്കുന്നതല്ല, ചില ആളുകൾക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും അവർക്ക് അവരുടെ പക്വത ഉണ്ടായിരിക്കും. അവരുടെ പെരുമാറ്റങ്ങളിലായാലും അവരുടെ ചിന്തകളിലായാലും പക്വത ഉണ്ടായിരിക്കും. അതുപോലെ സ്വാതന്ത്ര്യബോധവും ബുദ്ധിവൈഭവവും മികച്ചതായിരിക്കും. എന്ന് വെച്ചാൽ ചില ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, അവർക്കുള്ള വിദ്യാഭ്യാസത്തിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. അവരുടെ ബുദ്ധിവൈഭവം വളരെ മികച്ചതായിരിക്കും. പരിശ്രമശാലികളായി ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തവും സുഖകരവുമായിരിക്കും. അവിട്ട നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരുടെ ഭാര്യ കുടുംബത്തിൽ നിന്ന് വലിയ ഗുണങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെങ്കിലും അത് ഭാര്യയുടെ ഗുണങ്ങളാൽ പരികൃതമാകും. എന്ന് വെച്ചാൽ ഭാര്യ കുടുംബത്തിൽ നിന്ന് സാമ്പത്തികമായി വലിയ ഇതൊന്നും കിട്ടത്തില്ലെങ്കിലും പക്ഷെ ഭാര്യയുടെ സ്നേഹവും അവരിൽ നിന്നുള്ള ഗുണങ്ങൾ ലഭിക്കുന്നതിനാൽ മറ്റുള്ള ഒരു ഗുണം കിട്ടിയില്ലെങ്കിൽ ഭാര്യഭർത്തൃ ജീവിതത്തിൽ ഭാര്യയിൽ നിന്നുള്ള സന്തോഷമാണല്ലോ പണത്തിനേക്കാട്ടി വലുത്. അപ്പോൾ സ്വന്തം കഴിവിൽ ജീവിക്കുക എന്നത് ജീവിതവ്രതമാണ്. ഇവർക്ക് മറ്റുള്ള ഒരാളുടെ സഹായത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത കൂട്ടരാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ. ആരിലും കീഴ്പ്പെടാനോ വിധേയത്വം കാട്ടാനോ ഇവർ ആഗ്രഹിക്കില്ല. അന്യരെ വിഷമിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരല്ല അവിട്ടം നക്ഷത്രക്കാർ. ഏറ്റവും വലിയ കാര്യമല്ലേ, അന്യരെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യാതിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അന്യരെ സ്നേഹിക്കാൻ വളരെ താല്പര്യമുള്ളവരാണെങ്കിലും അവരിൽ അനിഷ്ടമുണ്ടായാൽ അവസരം ഒത്തുവരുമ്പോൾ പ്രതികാരം വീട്ടുന്നതിനും ചിലർ മടിക്കാറില്ല. സമുദായം, മതം എന്നീ വിഷയങ്ങളിൽ അതീവ താല്പര്യരും അറിവുള്ളവരുമാണ്. അവിട്ടം നക്ഷത്രക്കാരുടെ ആരോഗ്യം അത്ര മികച്ചതായിരിക്കില്ല. രക്തവാതം, അർശസ്, നീർദോഷം എന്നിവ പിടിപെടും. അത് എല്ലാ നാളുകാർക്കും ഉള്ളതാണ്. ഓരോ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. എന്നാലും ചിലപ്പോൾ ചെക്കപ്പുകളൊക്കെ ചെയ്ത് ശ്രദ്ധിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ ഇന്ന അസുഖം എനിക്ക് വരുവേ എന്ന് ഓർത്ത് ഒരു നാളുകാരും വിഷമിക്കേണ്ട കാര്യമില്ല. എന്നാൽ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന രോഗസ്ഥിതി ഉണ്ടാവില്ല. അത് കേട്ടുള്ളൂ. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയും ഇവർക്ക് രോഗാവസ്ഥയും ഉണ്ടാകില്ല. അതോർത്ത് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. അപകടങ്ങളിൽ പെട്ടാൽ തന്നെ അതിനെ മറികടന്ന് വിജയത്തിലെത്താൻ സാധിക്കും. ചെറിയ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വന്നാൽ പോലും അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. അതിനെ മറികടന്ന് ജീവിത വിജയത്തിലേക്ക് എത്താൻ പറ്റും. പൂർവിക സമ്പത്ത് ലഭിക്കാനുള്ള ഒരു യോഗം ഇവർക്കുണ്ട്. വ്യാഴദശയുടെ ആരംഭത്തിന് ശേഷം മാത്രമേ ഒരു ജീവിത വിജയം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അത് 24 വയസ്സിന് ശേഷം എന്ന് വേണം കണക്കാക്കാൻ. സ്വതന്ത്രമായ ഒരു പ്രവർത്തന രംഗമുണ്ടാകുമെങ്കിലും തടസ്സങ്ങൾ കൂടെ വന്നുകൊണ്ടിരിക്കും. കർമ്മകുശലത കൈവടിയാതെ മുന്നോട്ട് തന്നെ പോകണം. വിജയം ഉറപ്പാണ്. മറ്റുള്ളവരെ കണ്ണുമടച്ച് വിശ്വസിക്കുകയും ചുമതല ഏൽപ്പിക്കുകയും ചെയ്തത് ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം. ഇനി അവിട്ടം നക്ഷത്രജാതകളായ സ്ത്രീകളുടെ കാര്യമാണ്. അവർ തൻ്റെ ഇടമുള്ളവരും വിവേക ബുദ്ധിയുള്ളവരുമായിരിക്കും. ഏതു രംഗത്തും ഇവർ വളരെ ശോഭിക്കും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അധ്വാനശീലരുമായിരിക്കും.
സാധാരണയായി അവിട്ടം നക്ഷത്ര ജാതർ മെലിഞ്ഞ പ്രകൃതക്കാരാണ്. അതായത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മെലിഞ്ഞ പ്രകൃതക്കാരാണ്. വൈരാഗ്യ ചിന്തയുള്ളവരാണ് ഇവർ. ഒരാൾ നമ്മളെ ദ്രോഹിക്കുകയാണെങ്കിൽ അവർക്ക് വൈരാഗ്യം, ഇപ്പോൾ അവർക്കെന്നല്ല ഏത് മനുഷ്യർ ഒരാൾ നമ്മളെ വേദനിപ്പിച്ചാൽ ആദ്യം നമ്മളിലേക്ക് എത്തുന്ന വൈരാഗ്യമായിരിക്കും. ഇനി അങ്ങനെ തിരിച്ച് ചെയ്യണം വെച്ചാൽ പിന്നെ ചിലവരാളുകൾ പോട്ടെ അത് നമ്മുടെ സമയദോഷം എന്ന് കരുതി അങ്ങനെ ഓർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കാറുമുണ്ട്. അപ്പോൾ ഈ നക്ഷത്രക്കാരുടെ സ്വഭാവം വൈരാഗ്യ ചിന്തയുള്ളവരാണിവർ. അവിട്ടനാളിലാണ് ഋതുമതിയാകുന്നതെങ്കിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർ അനുഭവിക്കും. ഈ നക്ഷത്രക്കാർ, അതായത് നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾ അവിട്ട നക്ഷത്രത്തിൽ തന്നെയാണ് ഋതുമതിയാകുന്നതെങ്കിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഉണ്ടാകുമെന്നാണ്. പക്ഷേ ആരോഗ്യം അത്ര തൃപ്തികരമായിരിക്കില്ല. രക്തവാതം, ഗർഭാശയ രോഗം എന്നിവ കൂടെ ഇവരെ ശല്യപ്പെടുത്തും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അസുഖങ്ങളില്ലാത്തവരാരുമില്ല. അപ്പോൾ ഓരോ ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില സമയങ്ങളിൽ പ്രായം ചെല്ലുമ്പോഴായാലും അത് ചെറുപ്പത്തിലായാൽ തന്നെ ഓരോ കുട്ടികൾക്ക് അസുഖങ്ങളുണ്ട്. അപ്പോൾ അസുഖങ്ങളൊക്കെ വരും. അത് മരുന്ന് കഴിക്കുമ്പോൾ അങ്ങ് മാറും. അതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നയാളുടെ 1-ാമത്തെ വയസ്സിലും 5-ാമത്തെ വയസ്സിലും കടുത്ത പനിയോ ജ്വരമോ ഉണ്ടാകും. 1-ാമത്തെ വയസ്സിലായ അല്ലെങ്കിൽ 5-ാമത്തെ വയസ്സിൽ 22-ൽ സ്ത്രീകൾ മുഖേനയുള്ള ദുരിതം അനുഭവിക്കേണ്ടി വരും. കൈവിഷത്തിൻ്റെ ആലസ്യം ഉണ്ടാകും. അപ്പം മറ്റുള്ള അടുത്ത് ചെല്ലുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. നമ്മൾക്ക് വിരോധമുള്ള ചില ആളുകളെ നമുക്ക് അറിയാമല്ലോ. അവരിൽ നിന്ന് നമുക്കൊരു ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ വരും. ആ സന്ദർഭങ്ങളിൽ അവർ തരുന്ന ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 28-ൽ സർക്കാരിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ആയുധത്താലുള്ള മുറിവുകളും ഉണ്ടാവും. 28 വയസ്സിൽ സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. 28-ാമത്തെ വയസ്സിൽ സർക്കാരിൽ നിന്നുള്ള ഉപദ്രവം എന്ന് വെച്ചാൽ ചില കടങ്ങളൊക്കെ സർക്കാരിന് ആനുകൂല്യങ്ങളൊക്കെ കിട്ടേണ്ട അവസരങ്ങളിൽ നിന്ന് ചില സമയത്ത് അത് മുന്നോട്ട് നീണ്ടു പോകാനുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. 36-ൽ കള്ളന്മാരിൽ നിന്നുള്ള ശല്യം അത് വിഷയമാക്കേണ്ട കാര്യമല്ല. 75-ൽ ത്വക്ക് രോഗവും പിത്തരോഗവും പിടിപെടും. അത് പ്രായാധിക്യം ആകുമ്പോൾ 75 വയസ്സ് 76 വയസ്സ് ഈ സമയങ്ങളിൽ ത്വക്ക് രോഗമൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. 96 വയസ്സ് വരെ ഇവർ ജീവിച്ചിരിക്കും. അത് അവിട്ട നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീ പുരുഷന്മാർ മൊത്തം ഉള്ള കാര്യമാണ്. 96 വയസ്സ് വരെ അവിട്ട നക്ഷത്ര ജാതകർക്ക് ആയുസ് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവിട്ട നക്ഷത്രക്കാരുടെ സ്ത്രീയുടെയും പുരുഷൻ്റെയുമായിട്ടുള്ള പൊതുഫലങ്ങൾ. നമസ്കാരം.